ഡാ സുക്കൂറെ ഇജിന്റെ പിന്നാലെ ഒന്ന് പോരെ, നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. എവിടേക്ക്? നമ്മളെ അബോക്കാന്റെ സ്ഥലം ഞാനും നോഫലും പാടെ പോയിട്ട് ഇന്നലെ അഡ്വാൻസ് കൊടുത്തിരുന്നു. 50,000 റുപ്യ സെന്റുമേ ലാഭം കിട്ടും. അത് ചൊറ്റക്ക് വാങ്ങണം. ഇജിന്റെ പിന്നാലെ ഒന്ന് പോരെ, അതൊക്കെ ഞാൻ ചായ പൈസ തരാം. അതെന്ത് പരിപാടി ജി പറയണ്? ഇത്രയും കാലങ്ങൾ രണ്ടാം പാടല്ലേ കച്ചവടം ചെയ്തിന്ന്. ഇപ്പോൾ കുറച്ച് പൈസ അധികം ലാഭം കിട്ടാണ്ടപ്പോൾ ജോന ഒഴിവാക്കി കൊണ്ട് ഒറ്റക്ക് എടുത്താൽ അത് ചതിയല്ലേ? ചെയ്യണത് ശരിയല്ലല്ലോ. ഈ കാലത്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. 10 റുപ്യ എവിടുന്ന് കൂടുതൽ കിട്ടണു ആ വഴിക്ക് കൂടെ പോകണം. ജി ചെയ്യണ എന്തായാലും ശരിയല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒപ്പം പോരാ, ഇത് നടക്ക്. നിർത്ത് ഒരു മിനിറ്റ്, ഒന്ന് സൈഡ് അയക്കാം. നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് പോകാട്ടോ. ഒന്ന് നോക്കുക അങ്ങോട്ട്. സ്ഥല കച്ചവടക്കാരുണ്ട്, തുണിക്കച്ചവടക്കാരുണ്ട്, വണ്ടി കച്ചവടക്കാരുണ്ട്, കോടീശ്വരന്മാരാ കിടക്കണം. എന്തേലും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോകില്ല. പക്ക 100% നല്ലൊരാളായിട്ട് ജീവിക്കാൻ കഴിയുന്നല്ല ഞാൻ പറയണം. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ മറ്റൊരാളെ ചതിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കാൻ നോക്കുക. പടച്ചോനെ, ഓർക്ക് ആയുസ് കൊടുത്തിട്ട് അന്നെ ആദ്യം വിളിക്കണം വെച്ചാൽ എൻ്റെ മേലിൽ നിസ്കരിച്ചാൽ തക്കി പേറിട്ടുമ്പോൾ ഓൻ്റെ മനസ്സിലേക്ക് ഈ വിഷയം വരരുത്. അതിനനുസരിച്ച് ജന്താച്ച് ചെയ്യും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഡാ ഞാൻ അപ്പത്തെ മൈൻഡിൽ പറഞ്ഞാണ്, ഞാൻ ഓനെ വിളിച്ച് പോയിക്കൊണ്ട്.